നിങ്ങൾ ഇത്രയും ബന്ധുക്കൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചു തന്നിട്ടും എന്ത് പ്രയോജനം? വെറും ചുണ്ടങ്ങ പോലുള്ള ഒരു പയ്യൻ എന്നെ അപമാനിച്ചു കളഞ്ഞില്ലേ? വല്യച്ഛന് മാത്രമാണോ മുത്തങ്ങ കുടിക്കാനും മുഴുവനും വെള്ളം കുടിപ്പിച്ചു കളഞ്ഞില്ലേ? അല്ല, വെള്ളം കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ വഴക്കൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. നീ മിണ്ടരുത്, നീയാണെല്ലാം വിട്ടുപോയവൻ. കടന്നൽ കൂട്ടത്തിനോടും കോളേജ് പിള്ളേരോടും കളിക്കാൻ പോകരുന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്തോ എന്താ എന്താ പറഞ്ഞത്? സ്വന്തം മക്കളെ അവമാനിച്ചു എന്നറിഞ്ഞിട്ട് അച്ഛൻ മിണ്ടായിരിക്കാനോ? അച്ഛ, ഇവരൊക്കെ വേഷം കെട്ടിയ ആണുങ്ങളാണ്. അച്ഛനെ അവമാനിച്ച അവനോട് ഞാൻ പകരം ചോദിക്കും. അല്ല, സംഗതി കൂടുതൽ വഷളാക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. സർക്കിളേറ്ററിനോട് ഉപദേശമൊന്നും ചോദിച്ചില്ല. അല്ല, അനു എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഇപ്പൊ പറയുന്നില്ല, ചെയ്ത് കാണിച്ചു തരാം. അല്ല, അത് വേണോ? അനു അവനോട് പകരം ചോദിക്കാൻ പോണോ? എന്താണോ ചോദിച്ചാൽ? ഒന്നുമില്ല, ഞാൻ അവര് ചോദിച്ചാൽ എന്താണ്? ആ ചോദിക്കുന്നവരിച്ച് അതിന് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത്. എടാ, എന്റെ മോള് അനുവിനുള്ളതിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൊണയുണ്ടോടാ? അനു പോയി ചോദിക്കും. വല്യച്ഛന്റെ ആ ചൊണി, ആ ധൈര്യം ഈ തറവാട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അനുമോക്കാം. താലി പകർപ്പല്ലേ? അപ്പോ രവിയെ അടിച്ചിടിച്ച് എല്ലൊടിച്ച് ശരിപ്പെടുത്തണം അല്ലേ? എല്ലൊടിക്കണ്ട, പല്ലടിച്ചു കുഴിച്ചാ മതി. അതോടെ അവന്റെ അഹങ്കാരം അവസാനിക്കണം. പല്ല് കൊഞ്ഞ അതോടെ തീർന്നില്ലേ അഹങ്കാരം? പിന്നെ ഇങ്ങനെ വരും കോളേജ്. അല്ലെങ്കിൽ അവനെ തട്ടിക്കളഞ്ഞാലെന്താ? അയ്യോ, അത് വേണ്ട. പിന്നെ പോലീസും കേസും കോടതിയും ഒക്കെ ആവും. എങ്കിൽ ശരി, ആണും ബഹളമൊന്നുമില്ലാത്ത സ്ഥലത്ത് തനിയെ അവനെ എത്തിക്കുന്ന കാര്യം ആരേൽക്കും? അക്കാര്യം ഞാൻ ഏറ്റു. എപ്പോ എത്തിക്കണമെന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് ഞാൻ അവിടെ എത്തിച്ചോളാം. എന്നാ പിന്നെ പ്രോഗ്രാം നാളെ 4 മണിക്ക്. എന്താ പോരെ? ഓക്കേ. ഞാൻ അല്പകലം മാറി നിൽക്കാം. ഇടി തുടങ്ങിയാൽ ഒന്നും അറിയാത്ത പോലെ ഞാൻ വരാം കാണാൻ. ഓക്കെ 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 ഓക്കെ. ഗുഡ്. Why didn't you join us? Oh no, I don't take drinks. You carry on. Bye. Bye. അവനെ ഇനി കാണുന്നില്ലല്ലോ. പറഞ്ഞതുപോലെ എത്ര നേരമായി കാത്തിരിക്കുന്നു? ആശാൻ എന്താ ആലോചിക്കുന്നത്? ദിസ് ഇസ് എ ചാൻസ്. ഇത് നല്ലൊരു ചാൻസാണ്. എന്ത് ഫൂൾ. ഏകാന്തമായൊരു സ്ഥലത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയും നമ്മൾ 4 പേരും തനിച്ച്. എന്തും സംഭവിക്കും. ഹായ്, ഡോണ്ട് മിസ് ദിസ് ചാൻസ്. നിങ്ങൾ ഇവിടെ ഇരിക്കണം. ആദ്യം ഞാനൊന്ന് അടുത്തു നോക്കട്ടെ. എന്താ? ഇനി അവൻ വരുമെന്ന് തോന്നുന്നില്ല. Let's wait.
പാവപ്പെട്ടവന്റെ കുപ്പായാണെങ്കിലും മാനം മറയ്ക്കാൻ ഉപയോഗിക്കാം. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അല്ലേ? കരയുന്നോ? പണം കൊണ്ട് എല്ലാം നേടിക്കാൻ വരുന്നത് അടക്കം, ഒതുക്കം, സ്നേഹം, സഹാനുഭൂതി, അങ്ങനെ ചില ഗുണങ്ങൾ കൂടി ഈശ്വരൻ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നിങ്ങളിൽ അതൊന്നും ഇല്ലാതെ പോയി. നോക്കി നിൽക്കാതെ വീട്ടിൽ പോണം.
ഡു യു എക്സ്പെക്ട് മീ ടു ബി ഫ്രണ്ട്ലി വിത്ത് യു? If you don't mind. Get lost. വരൂ. നമസ്കാരം. നമസ്കാരം. വരൂ, ഇരിക്കൂ. പിന്നെ ഇത് ഇന്ന് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറയും. പ്രചരണം എവിടം വരെയായി? അതൊക്കെ ജോറായി നടക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും എല്ലാം നമ്മുടെ ഗുണ്ടകൾ കലക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാൻവാസിംഗ് മുറ പോലെ നടക്കുന്നു. ഒരു 50,000 ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുമെന്നാണ് നമ്മുടെ പ്രവർത്തകർ പറയുന്നത്. അത് മതി. ഇതാരാ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? എന്റെ മകൾ നളിനി. എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ? വാ മോളെ, അമ്മാവന്റെ അടുത്ത് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. മിടുക്കി മിടുക്കി. കേട്ടോ മോളെ, എന്റെ മകനായതുകൊണ്ട് പറയല്ല, അവനെപ്പോലെ ഒരു ഡോക്ടറെ ഈ നാട്ടിലില്ല. ഉണ്ടോടാ കുഞ്ഞുണ്ണി? ഈ നാട്ടിലെന്തല്ല, ഈ രാജ്യത്ത് കാണില്ല. എന്തൊരു പ്രശസ്തി, എന്തൊരു കൈപുണ്യം. അവൻ ഒരിക്കൽ തൊട്ട രോഗിയെ പിന്നെ തൊടേണ്ടി വന്നിട്ടില്ല. അതിന്റെ ആവശ്യം വരില്ല. ഓ, പറയുമ്പോഴേക്കും വന്നല്ലോ. 100 ആയുസ. വാമനെ വാ. ശിവരാമനെ പരിചയില്ലേ? മന്ത്രിയാകാൻ പോകുന്ന പാർട്ടി. അദ്ദേഹത്തിന്റെ മകൾ നളിനി. നമസ്കാരം. നോക്കി നിൽക്കാതെ ഇവിടെ വന്ന് ഇരിക്കൂ. ഇരിക്കു ചെയ്താ നിനക്കൊന്ന് ഇരുന്നെടുത്താലെന്താ? ഇരിക്കുന്നേ. വായ അടച്ചു വെക്കാതെ എന്തെങ്കിലും സംസാരിക്കടാ. പിന്നെ വലിയ നാളക്കാരനാ, ആരോടും അടുത്ത് പെരുമാറില്ല. ആസ്പത്രി വീട്, വീട് ആസ്പത്രി, അത്ര തന്നെ. പിന്നെ അവന്റെ തൊഴിലുണ്ടല്ലോ, അവൻ സിംഹമാ. അതല്ലേ വേണ്ടത്. ഓ ശല്യം. ഹലോ, ഇത് ഞാനാ. ആരെയാ വേണ്ടത്? ശിവദാസിനെയോ? കണക്ഷൻ കൊടുക്കൂ. ശിവദാസ് ഫോൺ. ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. ഹലോ, ശിവേട്ടനാണോ? വീട്ടിൽ വിളിച്ചപ്പോ ഓഫീസിലാണെന്ന് പറഞ്ഞു. അല്ല, എന്നെ അങ്ങ് മറന്നോ? എത്ര ദിവസങ്ങളായി നേരിലൊന്ന് കണ്ടിട്ടും സംസാരിച്ചിട്ടും. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എന്താ ഒന്നും മിണ്ടാത്തത്? ആരാ നിങ്ങൾ? ആരാണെന്നോ? കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കാനാണ്? മുടി ചൊവ്വ നേരെ വെട്ടിക്കാത്തോണ്ടല്ലേ കേൾക്കാൻ പറ്റാത്തത്. ഹലോ, ആരാ? ഹലോ, ഞാൻ കുഞ്ഞുകുട്ടി അമ്മയാണ് മോനെ. എന്താ കുഞ്ഞുകുട്ടിയമ്മയെ വേണ്ടത്? ഞാൻ മുത്തങ്ങാക്കുഴി ഗോപാലൻ. ഓ, ഗോപാലനാണോ? നിന്റെ ആ കെട്ടുമാൻ അവിടെ ഇല്ലേ? ഉണ്ട്. എന്ത് വേണം? ഇതുപോലൊരു മോനുണ്ടാവാൻ പുണ്യം ചെയ്യണം ഗോപാല. പാദം പിടിച്ചു കിടന്ന് എന്നെ നിങ്ങളുടെ മോനൊന്ന് തൊട്ടതേ ഉള്ളൂ, പാദം മാറി. മേരും തന്നെ തന്നെ ഇത്രയും കൈപ്പുണ്യമുള്ള ഒരു ഡാക്ടർ വേറെ ഇല്ല കേട്ടോ. അത് പറയാൻ വിളിച്ചതാ എന്റെ ഗോപാല. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, അതുപോലെ പറ. ഹലോ, ഹലോ. വാദം പിടിച്ചു കിടന്ന് എന്നെ നിങ്ങളുടെ മോനൊന്ന് തൊട്ടതേ ഉള്ളൂ, പാദം മാറി. ആ, ഇത്രയും കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടർ ഇല്ല. അതെയോ? ഇപ്പൊ കേട്ടോ, ഞാനേ സാധാരണക്കാരനെ പോലെ സ്വന്തം മോനെ പുകഴ്ത്തുന്നവനല്ല. ഇതാണ് സത്യം. ഇപ്പൊ മനസ്സിലായോ? ഡോക്ടർ മോനെ രോഗിയോട് സംസാരിച്ചോ? ഹലോ. ആ, വന്നോ? ദേ, ഞാൻ വിജയവാഡിന് വന്ന് കാത്തു നിൽക്കും. എന്നെ ഉടനെ വന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ വിഷമൊന്നും ചത്തുകളയും. ചത്തുകളയോ? എന്താ കുഞ്ഞുകുട്ടിയമ്മേ ഇത്? എന്തിനാ ചാകുന്നത്? കാര്യം പറയണം. ഓ, അത്രേ ഉള്ളൂ. കുഞ്ഞുകുട്ടിയമ്മ വിഷമിക്കണ്ട, ഞാൻ ഉടനെ തന്നെ അവനെ അയക്കാം. എന്താ സൂക്കേട് കൂടിയോ? അതെ, ആ കിളവിക്ക് ഇവനെ ഒന്ന് കാണണം. സൂക്കേട് മാറിയ സന്തോഷത്തിന് നന്ദി പറയാനാ. തനിക്കൊന്ന് അവിടെ പൊക്കോട്ടോ. എങ്കിൽ തീർച്ചയായും പോണം. നോക്കി നിൽക്കാതെ വേഗം പോടാ. കുഞ്ഞുണ്ണി, എന്താ? നീയും കൂടെ പൊക്കോ. ശിവദാസ് വരൂ.
വേദന. എത്ര കാലമായി തുടങ്ങിയിട്ട്? 1 കൊല്ലം. നീ എനിക്ക് പരിശോധിക്കട്ടെ. ഒന്ന് വേഗമാകട്ടെ, പുറത്ത് വേറെ ഇന്റർവ്യൂകൾ കാത്തിരിക്കുന്നു. ദിവസവും 4 മണിക്കൂർ ഈ മരുന്ന് ഇടവിട്ട് ഉരുവിട്ടോണ്ടിരിക്കുക. ഓ അല്ല, കഴിച്ചോണ്ടിരിക്കുക. എന്താ മിനി ഇവിടെ? വരൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, യു ക്യാരി ഓൺ. മീറ്റ് മിസ് അനു, എന്റെ കൂട്ടുകാരിയാണ്. ഹി ഈസ് മൈ ബോയ്ഫ്രണ്ട്. ഹലോ. ഹായ്. ആ, രാജേട്ടന് ഒരു സഹായം ചെയ്യണം. വെൽക്കം. എന്ത് വേണം പറഞ്ഞാട്ടെ. ജൂഡോ പഠിക്കണോ, കരാട്ടെ പഠിക്കണോ? അല്ലല്ല, ഒരാളെ പിടിച്ച് യെസ് യെസ് ഒരു സ്ഥലത്ത് കൊണ്ടുതരണം. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരാളെ പിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. ഓക്കെ, ഡൺ. അയ്യോ, ഏതെങ്കിലും ഒരാളെ അല്ല. പിന്നെ ആ രവി അറിയില്ലേ? ഏത് രവി? അനുവിന്റെ കോളേജിൽ പഠിക്കുന്ന രവി. ഓ, ആ അരപ്പോക്കരി. അവൻ നിങ്ങൾ വല്ലതും ഉപദ്രവിച്ചു? എങ്കിൽ പിന്നെ എന്തിനാ കൊണ്ടുവന്ന് തരുന്നത്? കാണുന്നിടത്ത് വെച്ച് കയ്യും കാലും തെല്ലടിച്ച് കളയാൻ പോരെ? അയ്യോ, അതൊന്നും വേണ്ട. അയാൾ അനുവിന്റെ ലവറാണ്. ഓ, ചേട്ടൻ ഇപ്പൊ അയാളെ പിടിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. എവിടെ എത്തിക്കണം? എവിടെ എത്തിക്കണം മിനി? ലവ് ചെയ്യാനില്ലേ? അതിന് പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ആ മിനി, നമ്മൾ ഡെയിലി മീറ്റ് ചെയ്ത് സംസാരിക്കാറില്ലേ? കറക്റ്റ്. ഡാൻസ് സൈറ്റിൽ ആ റിവർ സൈഡ് കൊണ്ടുവന്നാൽ മതി. വൈകിട്ട് അല്ലേ അനു? ഞങ്ങൾ അവിടെ കാത്തിരിക്കാം. ഹലോ മിസ്റ്റർ. ഹലോ, കരയിലേക്ക് കയറി വരണം. ഞാൻ കുളിക്കുകയാണ്. എന്താ കാര്യം എന്ന് പറയണം. അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ലെറ്റ്സ് ഗോ. എവിടെയാണ്? എന്താ കാര്യം? നിങ്ങളുടെ ലവർ നിങ്ങളൊരിടത്ത് കാത്തിരിക്കുന്നു. എന്റെ ലവറോ? ആ, എനിക്ക് ലവറില്ലല്ലോ. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. നിങ്ങളല്ലേ രവി, പാച്ചുവിന്റെ മകൻ? അതെ, ഞാൻ തന്നെ. ആ, എന്നാ നിങ്ങളെ തന്നെ ആ പെണ്ണ് കാത്തിരിക്കുന്നു. കമോൺ, ലെറ്റ്സ് ഗോ. ചുമ്മാ ബോറടിക്കാതെ പോണം മിസ്റ്റർ. Well done, well done. Come, let's go. That's a good punch.
എന്താ എന്താ ഇത്? എന്ത് പറ്റി? എന്ത് പറ്റി? ഹേയ്, ഒന്നും സംഭവിച്ചില്ല. പിന്നെ എന്തിനാ പൊക്കിക്കൊണ്ടുവന്നത്? വരാൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല. ഒരു ചെറിയ മർമ്മപ്രയോഗം നടത്തേണ്ടി വന്നു, അത്രേ ഉള്ളൂ. Right corner. ഇനി അല്പം വെള്ളമെടുത്ത് മുഖത്ത് തെളിച്ചോ. എഴുന്നേറ്റി. കമോൺ മിനി, ലെറ്റ്സ് ഗോ. അയ്യോ, മിനി അവിടെ നിൽക്കട്ടെ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല വെച്ചാൽ ഞങ്ങൾ കാറിലിരിക്കാം. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ഉറക്കെ വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടിയെത്താം. ഓക്കെ? അനു വിളിക്കണേ. ഓ, ഇതെല്ലാം നിന്റെ പരിപാടിയായിരുന്നു അല്ലേ? രവിയോടൊന്ന് തുറന്ന് സംസാരിക്കാൻ എനിക്കൊരു ചാൻസ് വരാതിരുന്നുകൊണ്ടാ. അതിന് ആമയെ പിടിച്ചിട്ടുണ്ടായിരുന്നവരെ കുളത്തിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുളത്തുനിന്ന് പിടിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞില്ല, കൂട്ടിക്കൊണ്ട് വരാനേ പറഞ്ഞുള്ളൂ. ദേഷ്യപ്പെടരുത്, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്. പ്ലീസ് പ്ലീസ് എക്സ്ക്യൂസ് മീ. രവി പറഞ്ഞതുപോലെ സ്നേഹം, ദയ, സഹാനുഭൂതി എല്ലാം എനിക്ക് വന്നു കഴിഞ്ഞു. അത് ഞാൻ എന്ത് വേണം? പ്ലീസ് ലവ് മീ. ഐ ലവ് യു. ഐ ഹേറ്റ് യു. രവി, ഐ ലവ് യു. I love you. I love you. I love you.